ക്ലൈമാക്സിൽ പറയുന്നുണ്ട് എന്തോരം നമ്മളിവിടെ നാട്ടിലറിയാത്ത കുറേ കാര്യങ്ങൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. സംവിധായകനാണ്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഓടുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്ന വലിയ കാര്യമാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയും. കാരണം ഇതിൻ്റെ തീം, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു വീട്ടിലൊരാൾക്കെങ്കിലും റിലേറ്റഡ് ആകുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ സംസാരിക്കുന്ന, പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അരുൺ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സാധ്യതയുണ്ട്. നല്ല കോമ്പോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര അടുത്തിരിക്കുന്നത്. കാരണം അന്ന് തുടങ്ങിയ ആ അടുപ്പം ഇന്നും ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മകൻ തന്നെയായിരുന്നു രഞ്ജിത്ത്. വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങളും രഞ്ജിത്ത് ഇതിനു മുമ്പ് ഏത് സിനിമകളിലെല്ലാം അഭിനയിക്കാറുണ്ട്. എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഒരു നാട്ടിൻ പുറത്ത് പരിപാടികൾ, പിന്നെ ഇമോഷൻ, ആക്ഷൻ, ഡാൻസ് ഉണ്ട്, ചെറിയ ലൈറ്റർ ഹ്യൂമറുണ്ട്. അപ്പോൾ എല്ലാം ഉള്ളൊരു പടമാണ്. അപ്പം രഞ്ജിത്ത് ഭയങ്കര രസമായിട്ട്, ഇപ്പോൾ ഞാനുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളത് ഞാനും രഞ്ജിത്തും തമ്മിലാണ്. അതിപ്പോൾ രഞ്ജിത്ത് ഭയങ്കരമായിട്ട് എന്നെ പോലെ ഭയങ്കരമായിട്ട് രസമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഒരിക്കലും പോലും ഒരു രഞ്ജിത്ത് പോകാൻ ഒരു റീടേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായില്ല. വളരെ നന്നായിട്ട് വെൽ സ്റ്റഡീഡായിരുന്നു രഞ്ജിത്ത്. പിന്നെ അരുൺ നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യമായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ. ഇനി നിങ്ങളുടെ എല്ലാം പൂർണ്ണമായി സപ്പോർട്ട് വേണം. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെയൊക്കെ ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും, ഉറപ്പായിട്ടും നിങ്ങളിലൊരാളുണ്ടാവും. ഇപ്പം ഹൈദരാലിയുടെ പേരൻസോ ഹൈദരാലിയുടെ ആൾക്കാരോ ആഗ്രഹിച്ച ഒരു സ്ഥലത്തായിരിക്കില്ല ഹൈദരാലി ഇപ്പോൾ എത്തിയിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഹൈദരാലി ഹാപ്പി ആയിരിക്കും. അപ്പം നമ്മൾ ഹാപ്പിയാണോ, വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർ ഹാപ്പിയാണോ, നമ്മൾ ഹാപ്പിയാണോ? അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടുകാരെ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വളരെ സഫർ ചെയ്യാം. ഇല്ല, വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സഫർ ചെയ്യാം. ഇങ്ങനൊരു ഞാൻ പറയും, സ്നേഹം കൊണ്ടുള്ള പരസ്പരമുള്ളൊരു മത്സരമാണ് ഈ സിനിമ. സംവിധായകൻ്റെ അടുത്താണ് ഇവിടെ ചേട്ടാ സ്ട്രൈറ്റ്. നോർമലി ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ, നമ്മൾ കോളേജ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി ഒരു പ്രഡിക്ഷൻ, ഒന്നെങ്കിൽ ഒരു ലവ് സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോളേജ് രാഷ്ട്രീയം, അങ്ങനത്തെ ഒരു സിനിമകളായിരിക്കും. അങ്ങനെ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്ന ആണെന്നൊരു ഫീലിംഗ് ആ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടി. ശരിക്കും അങ്ങനെ തന്നെയാണല്ലേ? അതിനെ ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മളിവിടെ ഇപ്പോൾ യൂത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ, യൂത്തിൻ്റെ സിനിമ എപ്പോഴും ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ കുറച്ച് ഇടി, വയലൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമകൾ വിജയിക്കുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരുപാട് 2K കിഡ്സ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ ഒരു വയലൻസിന് മാത്രമാണ്. അതല്ലാത്ത കുറേ ആൾക്കാരുണ്ട്, കുറേ നല്ല പിള്ളേരുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മുടെ യൂത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പെരുമ്പളം എന്നാണ് എൻ്റെ നാടിൻ്റെ പേര്. അവിടെ ഈ ക്ലബ്ബുകൾ പിള്ളേരെ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നൈറ്റ് അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പോലീസിലേക്കും അല്ലെങ്കിൽ LD ക്ലർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ ലവ് സ്റ്റോറി ആണോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകണമല്ലോ. ഇതിൽ നമുക്ക് യൂത്തിന് വേറൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത്, പക്ഷേ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയുടെ ഇടയിൽ കൂടി പറഞ്ഞു പോകുന്ന സബ്ജക്റ്റാണ്. ഇത് റിലീസ് ചെയ്തിരിക്കുന്ന ദിവസവും പക്ഷേ എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന പോലെയാണ് ഇത്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഏറ്റുമുട്ടൽ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറ്റുമുട്ടലിനേക്കാളപ്പുറത്ത് നമുക്ക് നമ്മുടെ സിനിമയിൽ നല്ല വിശ്വാസമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മാറ്റി വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ സേഫ് ഇല്ല, അങ്ങനെ ഒരു തോന്നലില്ല. അങ്ങനെ ഇത് വെല്ലുവിളിയൊന്നുമല്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമ്മൾ കാരണം വെച്ചാൽ നമ്മളുടെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ തന്നെ ഒരു സിനിമയും നമ്മുടെ ജോണറിൽ പെട്ടല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമ കണ്ട് തീരുമ്പോൾ നിങ്ങളായാലും അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമാണ്. നിങ്ങളായാലും ഒന്ന് ചിന്തിക്കും, ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടല്ലേ, ശരിയാണല്ലേ, അത് തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും വലിയ സക്സസ്. എനിക്ക് താങ്കളുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൽപ്പ് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമയിലേക്ക് താങ്കൾ ഇമോഷൻ എനിക്ക് വർക്ക് ചെയ്ത കൽപ്പാണ്. അതിന് വേറെ സിനിമകൾ വരുന്നത് ഇതിൽ ഇപ്പോൾ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് ഈ സിനിമയുടെ ക്യാരക്ടറാണ് പറയുന്നത്, ഒരു ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ജോണി ചേട്ടൻ എൻ്റെ ഒരു വലിയൊരു വേദന ഉണ്ടായിരുന്നു. അത്തരം ഒരു സീനുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു തോന്നുന്നത്? വീട്ടിലെ തൊട്ടടുത്ത അമ്മയാണ് ഇരിക്കുന്നത്, എന്താണ് തോന്നിയത്?
ഡെഫിനറ്റ്ലി അതെ അതെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം ഉള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്, സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിയിലോട്ട് കുറച്ചും കടക്കുന്ന ഈ കഥ. അപ്പം അതിൽ ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന മൂമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലെന്ന് പറയുമ്പോൾ അത് കോമഡിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഇമോഷണൽ സീക്വൻസിൽ ചിലപ്പം ജോൺ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, അത് ഞാൻ ചിലപ്പോൾ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത്. അങ്ങനെ ഒരുപാട് നാച്ചുറലായിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും പറയുക, ഈ 4 പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആക്ടറായിട്ട് ഏറ്റവും യൂസ് ചെയ്ത 2 പടങ്ങൾ ഒരെണ്ണം UK ആയിരിക്കും. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഓഡിയൻസും അങ്ങനെ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷേ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിൻ്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെയാണ് UK. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോൺ ചേട്ടൻ പറഞ്ഞതല്ല, എനിക്കൊരു സന്തോഷം തരുന്നത് എന്റെ പേരൻസിനായിരുന്നു. അതെ. സ്വന്തം വീട്ടിൽ താങ്കൾ എങ്ങനെയായിരുന്നു? ആ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ താങ്കൾക്കാണ് ഉണ്ടാവുന്ന, അച്ഛനും അമ്മയ്ക്കായിരിക്കും ഉണ്ടാവുക. എനിക്കൊന്ന് രണ്ടും അവർക്കൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ്. കാരണം ഞാൻ ശരിക്കും ഒരു BTech ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ്, ഞാൻ കഷ്ടിച്ചത് പാസ്സായത്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു രണ്ടുപേരും. എന്ത് പറഞ്ഞാൽ ഈ കലാമേഖലത്തിലൂടെ എനിക്കുള്ള ഒരു പാഷൻ, അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം സപ്പോർട്ടില്ലാതെ എനിക്ക് നിലവരെ എത്താൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു തിരിച്ചറിവ് കാരണമേ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പെർസ്യൂ ചെയ്യാൻ ഒരു മേഖല കിട്ടിയത്. സോ അത് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഞാനിത് ഗ്രാൻറ്റഡ് എടുക്കത്തില്ല. ഏത് പടങ്ങൾ ചെയ്യാനും ഞാൻ എൻ്റെ ബെസ്റ്റ് എഫേർട്ടാണ് പുട്ട് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്വീകരണം കിട്ടിയത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. സോ നോക്കാം. അതെ ഉറപ്പായിട്ടും പറഞ്ഞ പോലെ അതെ. ഇത് ശരിക്കും ഈ പടം മൊത്തം ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഒരുപാട് അനുഭവങ്ങളും ഇന്ന് കാണാൻ പറ്റുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അല്ല, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. കാരണം അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളീൻ്റെ ഉള്ളിലൊരു ഫയറുണ്ട്. അത് പുറത്ത് പറയാൻ ഒരു ധൈര്യമല്ല. പക്ഷേ ആ സമൂഹം പുള്ളീനെ അനുവദിക്കുന്നില്ല. കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് കാണുന്നത്. കാണാം ഇപ്പം പുള്ളിക്ക് എന്തായാലും ഇത് നേടിയാലേ പറ്റത്തുള്ളൂ. അതാ ആ ക്യാരക്ടർ ആർക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോൾ അവർ ശരിക്കും പറഞ്ഞു, നീ ഒരു ഡിഗ്രി എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന നേരം നീ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ അത് എൻ്റെ ഡേ ഇത് ഓഡിയൻസ് തീരുമാനിക്കുന്ന നീ നിലനിൽക്കണോ വേണ്ടയോ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നത് അത്രയും സപ്പോർട്ട് ചെയ്യാം, നീ പോയി ചെയ്ത് നോക്കെന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് തന്നു. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത്. അതെ. ജോണി ചേട്ടാ ഇവിടെ ജോണി ചേട്ടാ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു വീട്ടിലെങ്കിലും ഇത് ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം ഓരോ സിനിമകളും അങ്ങനെയാണ്. ഇപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്ന പല കഥകളും കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ UK പോലത്തെ ചിത്രങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചിത്രങ്ങൾ ഇനി കേരളത്തിൽ നമുക്ക് മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? ഇല്ല, ഒരു കാലത്തും മിസ് ചെയ്യില്ല. കാരണം UK ഇപ്പോൾ വരുന്നു, അടുത്ത വേറൊരു സിനിമ വരും. ഉറപ്പായിട്ടും നമ്മളെപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും, ഇപ്പോൾ കുട്ടി മോൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോവില്ല. കാരണം ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരം എന്ന് പറയുന്നില്ല, പക്ഷേ ജീവിതത്തിൻ്റെ തന്നെ ഒരു വേറിട്ട ഒരു ആവിഷ്കാരം തന്നെയാണ് സിനിമ എന്നും സന്ദേശം കൊടുക്കുന്നു, മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ വരും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്ന് മാത്രം. നമ്മൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കുകയല്ല. ഇപ്പം UK അങ്ങനെയാണ്. നമ്മൾ ഒരു മെസ്സേജ് ഇവിടെ അങ്ങനെയല്ല, ആളുകളെ രസിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ഫൈനൽ ഒരു ത്രില്ലിങ് രസമുള്ള ഗംഭീര സിനിമ തന്നെയായിരിക്കും. ഒരു മോട്ടിവേഷൻ നമുക്ക് തോന്നും, എന്തിലൊക്കെ കൊള്ളാലോ എന്ന് തോന്നുന്ന സംഭവമുണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. യൂത്തിന് ഭയങ്കരമായിട്ട് വർക്കാവും.